നമസ്തേ. ഇന്ന് ജൂൺ 19. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്നാണ് കേരളം വായനാ ദിനമായി ആചരിക്കുന്നത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ചരമദിനമാണ് കേരളം വായനാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക എന്ന ഗാന്ധിജിയുടെ വരികൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. വായനയിലൂടെയും എഴുത്തിലൂടെയും പരമാവധി അറിവ് നേടുക. നല്ലത് വായിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നമസ്കാരം. ഇന്ന് ജൂൺ 19 PN പണിക്കരുടെ ഓർമ്മദിനം. എല്ലാവർക്കും വായന ദിനാശംസകൾ നേരുന്നു. ബേൽപൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. 1959 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ബഷീർ ഇതിനെ പെണ്ണുങ്ങളുടെ ബുദ്ധി അഥവാ സ്ത്രീകളുടെ ജ്ഞാനം എന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു. വിശ്രമ ജീവിതം നയിക്കാൻ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലെ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവെയാണ് ബഷീർ ഇത് രചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഷീറിന്റെ കുടുംബാംഗങ്ങളാണ് കഥയിലെ കഥാപാത്രങ്ങൾ. പ്രധാന കഥാപാത്രമായ പാത്തുമ്മ ബഷീറിന്റെ സഹോദരിയാണ്. പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥ വികസിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിലനിൽക്കുന്ന ദൈനംദിന സന്ദർഭങ്ങളുടെ ആവിഷ്കാരമാണ് പാത്തുമ്മയുടെ ആട്. ഇവിടെ നമുക്ക് കാണാനാകുന്നത് കേവലം ബാലിശമായ ഒരു സങ്കല്പമല്ല, മറിച്ച് പ്രപഞ്ചവ്യാപ്തിയുള്ള സങ്കല്പം തന്നെ ഒരാടിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് നോവലിസ്റ്റ്. നന്ദി. നമസ്കാരം. ഇന്ന് ജൂൺ 19. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, പക്ഷേ വായനയിലൂടെ കിട്ടുന്ന അറിവ് മനുഷ്യനെ പൂർണ്ണമാക്കുന്നു, എന്നാൽ വായന ഇല്ലെങ്കിൽ മനുഷ്യനെ അപൂർണമാക്കുന്നു എന്നാണ് കുഞ്ഞുണ്ണി മാഷ് സൂചിപ്പിക്കുന്നത്. പുസ്തകത്തിന് പുസ്തകം എന്ന് പറയുമായിരുന്നു. പുസ്തകം എന്ന വാക്ക് എനിക്ക് ഇഷ്ടമാണ്. പുതിയ കാര്യങ്ങൾ അകത്തുള്ളത് പുസ്തകം. മലയാളത്തിലെ പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ കുഞ്ഞുണ്ണി മാഷിന്റെ പുസ്തകങ്ങളുടെ സത്യയെക്കുറിച്ചുള്ള ഉദ്ധരണിയാണ് ഇത്. അദ്ദേഹം പുസ്തകത്തെ പുസ്തകം എന്നായിരുന്നു വിളിച്ചിരുന്നത്. പുസ്തകം എന്ന വാക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. കാരണം പുതിയ കാര്യങ്ങൾ ഉള്ളത് പുസ്തകത്തിലാണ്. പുതിയ അറിവിന്റെയും ആശയങ്ങളുടെയും ഉറവിടങ്ങൾ എന്ന നിലയിൽ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ ഈ ഉദ്ധരണി ഊന്നി പറയുന്നു. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. കുത്തു കളിക്കാൻ, പഠിക്കാൻ, രസിക്കുവാൻ, പൊട്ടിച്ചിരിക്കാൻ, വിതുമ്പിക്കരയുവാൻ. ഒത്തു കളിക്കാൻ, പഠിക്കാൻ, രസിക്കുവാൻ, പൊട്ടിച്ചിരിക്കാൻ, വിതുമ്പിക്കരയുവാൻ. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയ PN പണിക്കരോടേറെ ഇഷ്ടം. ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയ
ഇഷ്ടം പി.എൻ. പണിക്കരോടേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്ക്